സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും മറുപടിയുമായി രേണുസുതി വീണ്ടും രംഗത്ത് വന്നു. തന്റെ സുഹൃത്ത് പങ്കുവച്ച ഒരു കുറിപ്പ് ഷെയർ ചെയ്തുകൊണ്ടാണ് രേണു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കുടുംബ കലഹങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന തന്റെ മകൻ ഋതുൽരാജിന്റെ അവസ്ഥയെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല എന്നും കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് രേണു പറഞ്ഞു. രേണുവിന്റെയും കിച്ചുവിന്റെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ സമൂഹ മാധ്യമങ്ങളിലെ ചിലർ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അകറ്റപ്പെടുന്നത് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് കൂടപ്പിറപ്പുകളാണെന്നും രേണുവിന്റെ സുഹൃത്ത് പറയുന്നു. എല്ലാ അവളുമാരും അവന്മാരും മറക്കുന്ന ഒരു പേര് ഋതപ്പൻ, കൊല്ലം സുധിയുടെ ഇളയ മകൻ. ഈ കുഞ്ഞിന്റെ സമാധാനം കളഞ്ഞപ്പോൾ നിനക്കൊക്കെ അടക്കമായല്ലോ എന്നാണ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് രേണു സുധി കുറിച്ചത്. ഇത് ഋതുൽരാജ് എന്ന ഋതപ്പൻ, സുധിയുടെ ഭാര്യ രേണുവും നിങ്ങൾ എല്ലാവരും കൂടെ രേണുവിന്റെ കുറ്റവും കുറവും കിച്ചുവിന്റെ കുറ്റവും കുറവും നിരത്തുമ്പോൾ ആ രണ്ട് കൂടപ്പിറപ്പുകളെയാണ് അകറ്റിയത്. ആ കുഞ്ഞിന് കിച്ചുവിനെ ജീവനാണ്. തിരിച്ചും കാശിനു വേണ്ടിയും സ്വയം ജയിക്കാൻ വേണ്ടിയും പലരും പലതും പറയുമ്പോൾ ആ കുഞ്ഞിനെ ആരും ഓർക്കുന്നില്ല. അവൻ്റെ കൂടെ വീടാത്, അവൻ്റെ കൂടെ അച്ഛനാണ് സുധി. ആ ബന്ധം രേണുവിനുമുണ്ട്. രേണുവിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എത്ര ബന്ധമുണ്ടെങ്കിലും ഞാൻ ഇടപെടാറില്ല. അത് അവരുടെ ഇഷ്ടം. കിച്ചുവിനെ ഒരിക്കൽ കണ്ടിരുന്നു, ഡിസംബർ 25-ന്. അവരുടെ വീട്ടിൽ വെച്ച് അമ്മയും മോനും തമ്മിൽ പ്രശ്നമുള്ളതായി കണ്ടിട്ടില്ല. ഋതപ്പൻ കിച്ചു ചേട്ടായി വരുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അത് എല്ലാവരും കൂടെ ഇല്ലാതാക്കി. അല്ലാതെ രേണുവിനും കിച്ചുവിനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് രേണുവിൻ്റെ സുഹൃത്ത് കുറിച്ചത്. താൻ ഇപ്പോഴും ദുബായിലാണെന്നും വിവാദങ്ങളൊന്നും ഒരു തരത്തിലും തന്നെ ബാധിക്കുന്നില്ലെന്നും രേണു പറയുന്നു. ഫോണും ഇൻസ്റ്റയും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിവാദവും എന്നെ ബാധിക്കില്ല. ഞാൻ നല്ല തിരക്കിലാണ്, ഇപ്പോഴും ദുബായിലാണ്. ദൈവം സഹായിച്ച് സാമ്പത്തികമായി നന്നായി മുന്നോട്ട് പോകുന്നു. രേണുവിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? രേണു സുധിയും കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചുവും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രേണുവിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണങ്ങളും കിച്ചുവിൻ്റെ ചില വെളിപ്പെടുത്തലുകളുമാണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. കിച്ചു പങ്കുവച്ച വീഡിയോയിലൂടെ താൻ വീട്ടിൽ ഒറ്റപ്പെടുകയാണെന്നും അച്ഛൻ്റെ മരണശേഷം ആരും തന്നെ പരിഗണിക്കുന്നില്ലെന്നും വെളിപ്പെടുത്തിയിരുന്നു. സുധി മരിച്ച ദിവസം രേണുവിൻ്റെ ബന്ധുക്കൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും കിച്ചുവിൻ്റെ വാക്കുകളിൽ നിന്നും ഉണ്ടായി. ഇതിനു മറുപടിയായി താൻ കിച്ചുവിനെ സ്വന്തം മകനായി തന്നെയാണ് കണ്ടിട്ടുള്ളതെന്നും അവൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും രേണു കണ്ണൂരിയോടെ വ്യക്തമാക്കിയിരുന്നു. കിച്ചുവിനെ ആരോ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും തൻ്റെ കുടുംബം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് രേണുവിൻ്റെ നിലപാട്.